അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ഒരു പുണ്യ ഇസ്മിനെ പറ്റിയാണ്. വലിയ മഹത്വമുള്ള ഇസ്മാണിത്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മാണ്. മയം ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾക്ക് ഏത് കാര്യത്തിലും ഇളവ് ആവശ്യമാണ്. ഒരു വ്യക്തി ഈ ഇസ്മ 129 തവണ എല്ലാ ദിവസവും ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ധനത്തിൽ ബർക്കത്ത് ചെയ്യുന്നതാണ്. അവൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെ നീക്കി കൊടുക്കുന്നതാണ്. അവൻ്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യുന്നതാണ്. അവനിക്ക് മനോധൈര്യം ഇരട്ടിക്കുന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാനുള്ള കരുത്ത് ലഭിക്കുന്നതാണ്. ഏത് മുറാദും ഹാസിലാവുന്നതാണ്. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് ഈ ഇസ്മ ചൊല്ലുന്നതെങ്കിൽ അവനെ കടം വീടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു തആല അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. അവൻ്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. അവൻ്റെ കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ചതിലൂടെ നടന്നു കിട്ടും. ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ ആവശ്യങ്ങൾ പോലും നടന്നു കിട്ടും. മാരകമായ രോഗങ്ങൾക്ക് ശമനം ലഭിക്കാനും ഈ ഇസ്മിന് സാധിക്കും. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ ഈ ഇസ്മ മന്ത്രിച്ച് വേദനയുള്ളിടത്ത് തടവിയാൽ വേദന എത്രയും പെട്ടെന്ന് ശിഫയാകുന്നതാണ്. മഗ്‌രിബിനും ഇശാഇനും ഇടയ്ക്ക് 129 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ഓതിയാൽ 129-ൽ നിന്ന് കുറയാനോ കൂടാനോ പാടില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് മാറ്റിത്തരും. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ നാമത്തിന്. വളരെ കുറഞ്ഞ മഹത്വം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ ഇസ്മിനെ ആരും ചെല്ലാതെ പോകരുത്. ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്തു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.